ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ വിത്തൗട്ട് കൺസെൻ്റ് ആണെങ്കിലാണ് നമ്മൾ പറയുന്നത് റേപ്പ്. വിത്ത് കൺസെൻ്റ് ആണെങ്കിൽ ആ കൺസെൻറ്റ് മേടിച്ച രീതി, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വിത്ത് കൺസെൻ്റ് ആണ്. ഇപ്പം ഞാനും വേറൊരാളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ കൺസെക്ഷൽ സെക്സ് ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് മേടിച്ചത് പല രീതിയിൽ എന്നെ പറഞ്ഞ് പറ്റിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തിയോട്ടാണെങ്കിൽ അത് റേപ്പ് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് കൺസെൻറ്റ് അവൾ കൊടുത്തിരിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ കൺസെൻറ്റ് കൊടുത്തത്. അങ്ങനെ പറയാതിരുന്നെങ്കിൽ ചിലപ്പം അവിടെ കൺസെൻറ്റ് കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് പ്യുവർലി ഒരു റേപ്പ് കേസ് തന്നെയാണ് നിയമത്തിൻ്റെ മുമ്പേ വന്നിട്ട്. പിന്നെ വന്നിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എങ്കിൽ അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്ത്രീകൾ തന്നെ ആ സ്ത്രീക്കെതിരെ, ആ ഇരയായ കുട്ടിക്കെതിരെ അല്ലെങ്കിൽ അത്രയും സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് ആഞ്ഞടിച്ചു, ഓ നീ പോയിട്ടല്ലേ. പക്ഷെ ഒരു ദിവസം എന്ന് വെച്ചാൽ ക്യുക്കായിട്ട് ആ മൊമെൻറ്റിൽ ആ പെങ്കൊച്ച് പോയതല്ല. അവളെ വരുത്താൻ വേണ്ടി ആ വേട്ടക്കാരൻ അത്രയും പ്ലാൻ ചെയ്തിട്ട് എഴുതി വീഴ്ത്തുമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം മാനസികമായിട്ടും എല്ലാ രീതിയിലും ഉപയോഗിച്ച് ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അവളെ അത്രയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പോയിട്ട് ഒരു റൂമിൽ കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റായിട്ട് ചെയ്തു. എന്നിട്ട് അതേ ഞാൻ പോവാം എന്ന് പറയുമ്പോൾ അയാളുടെ ക്രൂരമായ മനസ്സ്, അതാണ് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ നമ്മളത് നോക്കി കാണേണ്ടത്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.